ये मामला हाथ से निकला जा रहा है भाई, कुछ ना कुछ करना पड़ेगा। और ये लड़की ये हद से ज़्यादा फेमस हो रही है। सही कह रहा है। अगर हमने कुछ नहीं किया ना तो गड़बड़ हो जाएगा भाई। बिल्कुल। सुशील भाई आकर देखिए इसकी, आपको समझा क्यों आई यहाँ? ये काम नहीं कर रहा है ഡാമല്ലേ പൈസയുടെ ഡയലോഗ് അവന്മാരുടെ അസ്ഥാനത്ത് കൊണ്ടിട്ടുണ്ട്. ഒക്കത്തിന്റെ കുരുപൊട്ടിരിക്കുക. എങ്ങനെ പൊട്ടാണ്ടിരിക്കും? कितना बोला था तूने? 50,000? भाई इट्स 52K लाइक्स इन सच अ शॉर्ट टाइम और ये हमारे एंटी फैसिस्ट मूवमेंट के लिए सबसे बड़ी पब्लिसिटी है. അതൊക്കെ ശരിയാണ്. ഇപ്പൊ തന്നെ ഒരുമാതിരിപ്പെട്ട മെയിൻ ചാനൽസ് എല്ലാവരും വിളിച്ചിരുന്നു, ഫൈസയായിട്ട് ഇന്റർവ്യൂ കിട്ടുമെന്ന് ചോദിച്ചു. പക്ഷെ വീട്ടിലവളുടെ ഉമ്മയൊക്കെ ഭയങ്കര ടെൻഷനാണ്. അതെ, നമ്മളതും കൂടെ നോക്കണ്ടേ? അതാണ്. തുൾസ, ഞാൻ നിന്നെ കുറെ വിളിച്ചിരുന്നു, കിട്ടിയതേ ഇല്ല. ശരി, നീ ഒരു കാര്യം ചെയ്യ്, യു ടേക്ക് റെസ്റ്റ്, ഓക്കെ? സ്ലീപ്പ്. അപ്പം നിനക്ക് കുറച്ച് ഫ്രഷ് ആവും, എന്നിട്ട് സംസാരിക്കാം നമുക്ക്. Faiza, I have to return today itself. What are you saying, Tulsa? I am leaving campus for a while, Faiza. നീ എന്തൊക്കെയായി പറയുന്നേ? माँ अभी उस शौक से उभरी नहीं है. वो एक जगह बैठी रहती है, खाना भी उन्हें उसी जगह पे देना पड़ता है. भाभी भी यही सोचकर बैठी रहती है कि अब क्या होगा. In this situation, how can I continue here? അപ്പോ നിന്റെ റിസർച്ചോ? I will try to continue somehow. തുൾസ, നീ എല്ലാ കാര്യത്തിനെയും നല്ല പോസിറ്റീവായിട്ട് കാണുന്ന ആളല്ലേ. നമുക്ക് അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇവിടെ ഡോക്ടറെ കാണിക്കാം. എവറിത്തിങ് വിൽ ബി ഓക്കെ. വി ആർ ഹിയർ ടു സപ്പോർട്ട് യു, ഓക്കെ? നീ ഒറ്റയ്ക്കല്ല, യു ആർ നോട്ട് അലോൺ. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, റൈറ്റ്? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? ഇങ്ങനെ നോക്കിയേക്കാനേ പറ്റൂ. നിങ്ങളുടെ ഈ ആൻറ്റി ഫാസിസ്റ്റ് ക്യാമ്പയിൻ കുറച്ചുകൂടെ അഗ്രസീവ് ആക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ മീൻ കുറെ കൂടെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് അതിനെ ഉയർത്തണം. അത് ശരിയാണ് സർ. സർ, ഈ തിയേറ്ററിൻ്റെ പോസിബിലിറ്റീസ് നമുക്ക് ഈ മൂവ്മെൻറ്റിന് ഉപയോഗിച്ചൂടെ? എക്സലൻറ്റ്. ഇവിടെ മൊത്തം ഒരു ബോളിവുഡ് മൂഡാണല്ലോ. പൊതുവാൾ സാർ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ നാടകം ഇവിടെ തന്നെ കളിക്കാം. പക്ഷേ അതാ ഒരു സ്പീഡ് പ്ലേന്റെ ഇമ്പാക്റ്റ് ഇവിടെ കിട്ടുമോ? അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പൊതിഞ്ഞ് അവതരിപ്പിച്ചാൽ നമുക്ക് ഇവിടെ നടത്താവുന്നേ ഉള്ളൂ. എക്സാക്ട്ലി. ഇവിടെ ചെയ്യാൻ പറ്റിയാൽ. പക്ഷേ നേരെ നടക്കില്ല. അല്ല,
അതെ, നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ ഒരു നാടുവഴിയാക്കിയാലോ? ഏയ് അത് സ്ഥിരം പാറ്റേൺ അല്ലടാ. ആണ്, പക്ഷേ ആക്ച്വലി ഒരു നാടുവഴി തന്നെയാണല്ലോ നമ്മുടെ പ്രശ്നം. ആ, ഈ നാടുവാഴിക്കൊരു കൊമ്പുണ്ടെങ്കിലോ? കൊമ്പ എവിടെ നോക്കട്ടെ. നോക്കിയേ. ആഹാ, देखो अमेजिंग, क्या बात है. ഇത് കൊള്ളാലോ. അതെ, നോക്ക്, കൊള്ളാലേ? കൊമ്പും കുളമ്പും ഒക്കെ ഉള്ള ഒരു വിചിത്ര ജീവി. ഫൈസ ഇതിന്റെ സീൻസ് ഒക്കെ ഒന്ന് എഴുതി നോക്കുന്നു. ഹേയ്, ഞാനോ? അല്ല, എഴുത്തിൽ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളല്ലേ, ധൈര്യമായിട്ട് ഞാൻ എഴുത്. അല്ല, പക്ഷേ ഇതിൽ മറ്റേ ഡയലോഗൊക്കെ ഹിന്ദിയിലൊക്കെ എഴുതണ്ടേ? അത് കുഴപ്പമില്ല, അത് നമുക്ക് എഴുതി കഴിയുമ്പോഴത്തേക്കിന് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. എഴുതുന്നേ? ആ, ഞാൻ ട്രൈ ചെയ്യാം. അതാണ്. അപ്പോ परफेक्ट, चलो. പൊസിഷൻസ്. ഇതെന്റെ ദേശം, ഇവിടുത്തെ സംസ്കാരം, ആചാരം, വിശ്വാസം എല്ലാം ഞാൻ തീരുമാനിക്കും. നിങ്ങൾ എന്തറിയണമെന്ന്, എന്തറിയാതിരിക്കണമെന്ന്, എന്ത് കഴിക്കണമെന്ന്, എന്ത് ധരിക്കണമെന്ന് എല്ലാം ഞാൻ കൽപ്പിക്കും. ഇത് പൊന്നു തമ്പുരാന്റെ കല്ലേ പിളർക്കുന്ന കൽപ്പന. അതൊന്ന് കുനിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ? ഐ മീൻ, കെൻ യു ബെൻഡ് ഡൗൺ എ ലിറ്റിൽ? വെറുതെ നിന്നാ പോരെ? നിന്നാ മതി, അവര് വരുമ്പോ ബ്ലോക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട്. നിങ്ങള് അവര് പിന്നല്ലേ വരുന്നേ? ആ, അവര് साइड से आने वाले बस थोड़ा नीचे ठीक है ठीक है, मैं कोशिश करता हूँ. ഫൈസക്, കൺഗ്രാറ്റ്സ്. നാടകത്തിൻ്റെ കൺസെപ്റ്റും ഡയലോഗ്സും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. ഇനി ഇതിൽ ഈ വിഷ്വൽ എലമെന്റ്സ് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഡയലോഗ്സ് ഇനിയും കുറയ്ക്കാം. ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ, എല്ലാം സംവിധായകൻ്റെ ഇഷ്ടം. ഇല്ല സർ, ഞാൻ കുറച്ച് റെഫറൻസസ് എടുത്തിട്ടുണ്ട് ഓൾറെഡി. ഓ, വെരി ഗുഡ്. 1 സെക്കൻഡ്. ഹലോ. ആ, വാട്ട്? എന്താ സർ? Gauri Lankesh, the editor of Kannada tabloid Gauri Lankesh Patrika, who is also known for her criticism of religious fanaticism, is shot dead by 3 men in Bangalore. The unknown assailants fired 4 bullets at point-blank range. സത്യം ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഗൗരി ലങ്കേഷിന്റെ ഇരുവശത്തും കൊമ്പും കുളമ്പുമുള്ള 2 വിചിത്ര ജീവികൾ പ്രത്യക്ഷപ്പെടുന്നു. വല്ലാത്തൊരു ആവേശത്തോടെ ആ വിചിത്ര ജീവികൾ ഗൗരി ലങ്കേഷിന്റെ നേരെ പാഞ്ഞടുക്കുന്നു. कौन हो तुम? हाँ, छोड़ दो. हाँ, बस करो. हाँ, जाओ यहाँ से. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സർ. മോർണിംഗ്. മോർണിംഗ്, ഇരിക്കും. വി സിക്ക് അവരൊരു പരാതി കൊടുത്തിട്ടുണ്ട്, ഈ നാടകം ദേശവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് വി സി എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർ, ഇത് നാടകം നിർത്തിവെക്കാനുള്ള ഫാസിസ്റ്റുകളുടെ ശ്രമമാണ്. അത് എങ്ങനെയെങ്കിലും നമ്മൾ ഓവർകം ചെയ്യണം. ഇതിപ്പോൾ എത്ര ദിവസത്തെ വർക്കാണ് സർ? യാ, നാടകം കളിക്കാതിരിക്കുന്ന പ്രശ്നമില്ല, ഡോണ്ട് വറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റും സാറേ. ആ, സാറ് ഞങ്ങളോട് നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളൊരു സ്ക്രിപ്റ്റ് തരുന്നു സർ, അത് ബേസ് ചെയ്ത് യു ക്യാൻ ഫയൽ യുവർ റിപ്പോർട്ട്. യു മീൻ എ ഡൈല്യൂട്ടഡ് സ്ക്രിപ്റ്റ്? അത് മതി, ബട്ട് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദം. സർ, സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ വി ക്യാൻ ഫേസ് എനിത്തിങ് സർ, അല്ലേ ഫൈസ? സർ, കോളേജ് മൊത്തം നമ്മുടെ കൂടെയുണ്ട്, അപ്പോൾ വി ആർ നോട്ട് വറീഡ് ലൈക്ക് ദാറ്റ്. ആ, നോക്കാം. താങ്ക് യു. താങ്ക് യു സർ. ക്യാരി ഓൺ. സാർ ഇത് കണ്ടല്ലോ, ഈ നാടകം ദേശവിരുദ്ധമാണ്. സാറോട് ഉൾപ്പെടുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എതിരാണത്. മാത്രമല്ല, ഈ നാടകത്തിന് ഫുൾ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിരിക്കുന്ന പ്രൊഫസർ പൊതുവാളാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് തന്നെ വിസി റിപ്പോർട്ടും ചോദിച്ചിരിക്കുന്നു. Podwal. He's the mastermind behind all this. So the script they have given to the VC is fake. Okay. I will discuss this with VC. We can find out a solution. सर, ये जो नाटक है इसका प्रदर्शन ऑफिशियली कॉलेज में मना है. फिर भी अगर उन्हें करना है तो बाहर खड़े रास्ते पे
पब्लिक देख लेगी उनको फिर। സാറേ ഞാൻ സാറിനോട് ഒരു കാര്യം പറയാം. ഈ നാടകം ഇവിടെ കളിച്ചാൽ ഈ ക്യാമ്പസ് കത്തും, അതുറപ്പാണ്. ആജാ. हेलो सर, गुड मॉर्निंग। गुड मॉर्निंग। अच्छा सुन, तुझे वो बुक्स लेने की लाइब्रेरी से ले ली क्या? നമസ്തേ പൊതുവാൾ സാർ. नमस्ते। नमस्ते सर। नमस्ते। സാർ ഇത് പാർട്ടിയുടെ ഡൽഹി ജില്ലാ പ്രമുഖ്. हाँ नमस्ते पुदवाल। नमस्ते। सर हमने आपका क्या बिगाड़ा सर? आप क्यों हमें इतना परेशान कर रहे हैं? हे, मैंने क्या किया? സാർ ഇദ്ദേഹം ആ നാടകത്തിന്റെ കാര്യമാണ് പറയുന്നത്. നാടകത്തിന് എന്താ കുഴപ്പം? വാട്ട്സ് ദ ഇഷ്യൂ? Sir, this is an anti-national drama, sir. So we won't allow this in the campus, sir. Who are you to decide that? You are not a student in this campus. You are an outsider, right? Then how can you detect this to me? പൊതുവാൾ സാർ, സാറ് നാട്ടിൽ കൊള്ളാവുന്ന ഒരു തറവാട്ടി പറഞ്ഞ ആളല്ലേ, എന്നിട്ട് സാറെന്താ ഈ പിള്ളേരുടെ ഒപ്പം? ഓ, അപ്പം അതാണ് കാര്യം. ഞാൻ കൊള്ളാവുന്നൊരു തറവാട്ടിൽ ജനിച്ചതുകൊണ്ട് ഈ നാട്ടിലെ കുലീനക്കാരുടെ തോന്നിയാസങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിക്കണം അല്ലേ? താനിപ്പോൾ പറഞ്ഞ് തറവാടിത്തം കുലീനതൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ മറവിൽ നടന്നിരുന്ന തോന്നിയാസങ്ങളൊക്കെ തുറന്നു കാണിച്ചതിൻ്റെ പേരിൽ ഇതിനേക്കാളും ഒക്കെ വലിയ ഭീഷണി നേരിട്ടൊരു അച്ഛൻ്റെ മകനാണ് ഞാനെന്ന് നിന്റെ ഈ നേതാവിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ചുമ്മാ ഷോ കാണിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. आप प्रोफेसर हो इसलिए आपसे इज्जत से बात कर रहे थे, लेकिन अब समझ आ गया इस सब से कोई फायदा नहीं। सुन, बैठे बैठे लाखों चाप रहे हो, फिर भी देश के साथ धोखा। आप बात नहीं करेंगे, करके ही दिखाएंगे। ഇവൻ ആരാന്നാ പറഞ്ഞത്? ജില്ലാ പ്രമുഖ്. ഇവനെക്കാളും വലിയ ദേശീയ പ്രമുഖ് വന്നാലും പ്രൊഫസർ പൊതുവാളിന് ഒരു ചുക്കൂലെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. സുനോ, മേരി പകർ തേരി പാർട്ടി ഓഫീസർ നെയ്യാത്തി ഹേ ബഡായ ദേശഭക്ത്. ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി മരിച്ചപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയതാണോടാ നിന്റെയൊക്കെ രാജ്യസ്നേഹം? അതോ രാഷ്ട്രപിതാവിന്റെ ഘാതകനെ ആരാധിക്കുന്നതോ? ഇതൊന്നും എന്നോട് വിളമ്പല്ലേ. മറ. ज्यादा ही बोलता है, बाद में देख लेंगे इसे। As anti-national content has been noted in the above-mentioned drama, its performance presentation has been forbidden, banned in the university. നാടകം നിരോധിച്ച കാര്യം ക്യാമ്പസിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് നടത്തിയെടുക്കാന്നുള്ള നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഇനിയിപ്പോൾ അത് നടക്കുന്നൊന്നുമില്ല. അതൊക്കെ നടക്കും, ഉറപ്പായിട്ട് നടക്കും. പക്ഷേ ഇനി നമ്മുടെ റിഹേഴ്സൽ ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. Yeah. അതിന് വേറൊരു സ്ഥലം കണ്ടുപിടിക്കേണ്ടി വരും. അത് ഞാൻ ഏറ്റു. ഓക്കെ. ശരിക്കും? ആ, അത് പേടിക്കണ്ട. അപ്പൊ പിന്നെ നമ്മള് നാടകം വെച്ച് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം അല്ലേ? വരുന്നിടത്ത് വെച്ച് കാണാം. കാണാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, സ്റ്റോപ്പ്. വൺ സെക്കൻഡ്. റിലാക്സ്. ആ അമൽ, നീ എവിടെയാ? ഞാൻ കുറേ വിളിച്ചു. ഞാനിവിടെ റിഹേഴ്സല്ല സാർ. ഇവിടെ റേഞ്ച് അത്ര പ്രോപ്പർ അല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പ്രശ്നമുണ്ട് അമൽ. നിങ്ങളെ പൊളിറ്റിക്കലി നേരിടാനല്ല, വ്യക്തിപരമായി ടോർച്ചർ ചെയ്ത് നിങ്ങളുടെ ആത്മവീര്യം കെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. അതിനിപ്പോൾ എന്താ സാർ ഉണ്ടായത്? ഫൈസയാണ് അവരുടെ ടാർഗറ്റ്. മറ്റു പരിഗണന ഒന്നും അർഹിക്കാത്ത ആ കുട്ടിയാണല്ലോ. ഫൈസയെ അറസ്റ്റ് ചെയ്യാനാണ് അവരുടെ നീക്കം. അറസ്റ്റ് ചെയ്യാനോ? സാർ എന്തൊക്കെയാ പറയുന്നത്? അറസ്റ്റ് ചെയ്യാൻ നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടേ? ഇക്കാലത്ത് അതൊന്നും വേണ്ടടോ. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് ഫാബ്രിക്കേറ്റഡ് ആണ്. പക്ഷേ ഇപ്പോൾ ഫൈസ അവരുടെ കയ്യിൽ കിട്ടാൻ പാടില്ല. നമുക്ക് ഉടനെ ആ കുട്ടി എങ്ങോട്ടെങ്കിലും മാറ്റണം. എന്ത് വില കൊടുത്തും ഫൈസയെ സംരക്ഷിച്ചേ പറ്റൂ അമൽ. ഞാൻ ആദർശിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ സാർ. ഓക്കെ അമൽ, ശരി. അമൽ ബൈ റോഡ്സ് പിടിച്ചാൽ മതിയേ. ശരി. ഫേസ് കവർ ചെയ്യണം. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ വിദ്യാർത്ഥിനിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തു. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഗവേഷകയും മലയാളിയുമായ ഫൈസ സൂഫിക്കെതിരെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്താണ്?
आइए। हाँ जी വരൂ വരൂ. നമസ്തേ. നമസ്തേ. ഇരിക്ക്. വാ ഇരിക്കൂട്ടോ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കേ? ആ. मेरे घर में रुक सकते थे, लेकिन पद्मा कुमार, आप तो जानते हैं ना उसे. उसके कैमरे की नजर हमेशा हमारे ऊपर जी, जानता हूँ. पुदवाल सर ने सब बताया था. നല്ല ക്ഷീണുണ്ടല്ലേ? ഒന്ന് കുളിച്ച് ഫ്രഷായാൽ മാറാവുന്നുള്ളൂ. ദാ ടവലും സോപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ. മോള് വിഷമിക്കണ്ട, വീട്ടുകാരുടെ വിഷമൊക്കെ ഇത്തിരി കഴിയുമ്പത്തേനും മാറും. ആകെ ഉസൽറാസെ എങ്ങനെയാ പരിചയം? അത് ഞങ്ങളൊരു ഫംഗ്ഷനിൽ വെച്ച് മീറ്റ് ചെയ്തത്. നീ കൂടെ വന്നേ, അവർ റെസ്റ്റ് എടുക്കട്ടെ. എന്നാ ശരി കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി. ഗുഡ് നൈറ്റ്. ഫൈസ എന്നാ ഒന്ന് ഫ്രഷ് ആയിക്കോ, ഞാൻ പുറത്തുണ്ടാവും. അമൽ, ആ ഉം, എന്തുപറ്റി? എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കണമായിരുന്നു. ആ അതിനിപ്പോൾ എന്താ? താങ്ക്സ്. പുറത്തുണ്ടേ? ആ. നാദിര, ദാ ഫോൺ. ഹലോ ഉമ്മ. മോളെ ഫൈസു. എന്തൊക്കെയാ മോളെ നമ്മൾ കേക്കണത്? ഉമ്മക്ക് എന്നെ അറിയില്ലേ? ഇതൊക്കെ അവർ കരുതിക്കുട്ടിണ്ടാക്കിയ കേസാണ്. പോലീസുകാർ ഇവിടെ വന്നീനി. ഫൈസു, മോളിനി എന്താ ചെയ്യാ? ഉമ്മ ഉമ്മ വിഷമിക്കണ്ട. എനിക്ക് എന്നെ ഇവിടെ നോക്കാനൊക്കെ ഒരുപാട് പേരുണ്ട്. പിന്നെ പ്രൊഫസർ ഇവിടെ വക്കീലിനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് എല്ലാം ശരിയാവും. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഇൻഷാല്ലാ. നമ്മളാർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. പടച്ചോർബള കാക്കും. ഞാൻ വിളിക്കാം ഉമ്മ. ശരി. എന്താ വീട്ടിലെ അവസ്ഥ? ഇരിക്കും. എല്ലാരും ഓക്കെ അല്ലേ? വീട്ടിൽ പോലീസ് പോയിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചതാ. ഇത്രയും കാലം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വീടായിരുന്നു. ഇപ്പോ ഒരു ദേശദ്രോഹിന്റെ വീട്. ഉപ്പൂപ്പ. ഫൈസ, നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഈ കേസ് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് എനിക്കറിയില്ലേ? ആ പബ്ലിക് TV റിപ്പോർട്ടറിനെ നീ പുറത്താക്കുന്ന വീഡിയോ വൈറലായി. അതവർക്ക് ഭയങ്കര വലിയ നാണക്കേടായി. ഈ കേസ് അതിന്റെ റിവെഞ്ച് മാത്രമാണ് ഫൈസ. എടാ, നമ്മുടെ പ്രൊട്ടസ്റ്റും നമ്മുടെ സ്ലോഗൻസും ഒക്കെ എന്തായിരുന്നു എന്ന് എക്സാക്ട്ലി പ്രൂവ് ചെയ്യാനുള്ള ഒറിജിനൽ ഫുട്ടേജ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യാനും സാധിക്കും. ഇപ്പം നീ പിടിക്കപ്പെടാൻ പാടില്ല, അത്രേ ഉള്ളൂ. പക്ഷെ എത്ര നാള് ഇങ്ങനെ? കൂടിപ്പോയ 2-3 ദിവസം. പൊതുവാൾ സാർ കണ്ടുപിടിച്ചിരിക്കുന്ന വേണുഗോപാൽ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ഈസ് വൺ ഓഫ് ദ സീനിയർ ലോയേഴ്സ് ഇൻ ഡൽഹി. കൂടാതെ അയാളൊരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. ഇങ്ങനത്തെ കേസുകളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഹിൽ ബി ഏബിൾ ടു ഹെൽപ്പ് us ഔട്ട്. ഇത്രയും കാലം എൻ്റെ വീട്ടുകാരുടെ ഒരു പ്രൊട്ടക്ഷൻ, അവർ തന്നൊരു താങ്ങായിരുന്നു എൻ്റെ ഒരു ബലം. പക്ഷെ എന്തോ ഒരു തളർന്ന പോലെ. താനിതിൽ ഒറ്റയ്ക്കല്ലെന്ന് എനിക്കറിയാലോ അല്ലേ?
Peppa. Faisa, good morning. Morning. Amal. Amal. Good morning. Morning. Da, chai odiki. Thank you. Faisa. മീഡിയയിൽ ഇന്നത്തെ ലീഡ് ന്യൂസാണ്. ഫൈസയുടെ ഇഷ്യൂ, അതും ഫോട്ടോ സഹിതം. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ആ കുഴപ്പമാവും. ഫൈസ, ഇന്ന് രാത്രി ഇനി യാത്ര ചെയ്യുന്നതുകൊണ്ട് സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, നമുക്കിന്ന് ഇവിടെ തങ്ങിയാലോ? എന്തുപറ്റി? കുറച്ച് വെള്ളം കിട്ടോ? दादा, थोड़ा पानी मिलेगा पीने के लिए? पानी है, चाय पियोगे? हाँ, वो अच्छा होगा. चाय तैयार है, चाहो तो पी लो. ठीक है, थैंक यू. ഫൈസയുടെ ഇഷ്യൂല് യൂണിവേഴ്സിറ്റി ആകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഫുൾ സപ്പോർട്ടാ. നമ്മുടെ നാടകം നമ്മൾ എന്ത് ചെയ്യും? അതല്ലല്ലോ ഫൈസ ഇപ്പോഴത്തെ പ്രശ്നം. അങ്ങനെയല്ല അമൽ, നാടകം നമ്മൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും പെർഫോം ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ അത് മൊത്തത്തിൽ അതൊരു കീഴടങ്ങലാവും. ഇത്രയ്ക്ക് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ കീഴടങ്ങുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതിപ്പോൾ യൂണിവേഴ്സിറ്റി മുഴുവനായിട്ട് അവർക്കങ്ങ് എഴുതി കൊടുക്കുന്നതിന് തുല്യമല്ലേ? പൊതുവാൾ സാർ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ കാര്യം മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു. എനിക്ക് നാളെ സാറിനെ കാണാനൊന്ന് പോകേണ്ടി വരും. അധികം സമയം എടുക്കില്ല, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. എന്താണോ? എന്തൊക്കെയാടോ? എൻ്റെ ഉമ്മയും ഉപ്പയും അവരെ ഉപദ്രവിക്കുമോ അമ്മ? (124A, 141, 142, 146 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു ക്രിമിനൽ കേസാണിത്. ഇത്തരം കേസുകളിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാർ, ആ മുദ്രാവാക്യം വിളികളുടെ ഒറിജിനൽ ഫുട്ടേജ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് കോർട്ടിൽ പ്രസന്റ് ചെയ്തൂടെ? ചെയ്യാം. സർ, ഈ ഫൈസ ഹൈലി സെക്യുലർ ആണെന്ന് മാത്രമല്ല, ആ കുട്ടിയുടെ പ്രധാന ശത്രുക്കൾ അവരുടെ തന്നെ സമുദായത്തിൽപ്പെട്ട തീവ്ര സ്വഭാവമുള്ള ആളുകളാണ്. പക്ഷേ കോർട്ടിന് വേണ്ടത് തെളിവുകളാണ്. സർ, ഫൈസന്റെ നിലപാടുകൾ വളരെ കൃത്യമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇതൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ഇതൊക്കെ നമുക്ക് ഹിയറിങ്ങിൻ്റെ സമയത്ത് കോർട്ടിൽ പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടാൻ ഇതൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആവും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാനതിലും വേണുഗോപാൽ സാറുമായിട്ടൊന്ന് സംസാരിക്കാം. ഐ വിൽ ഡു മൈ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. എന്നാ പോവാം. ഓക്കെ. താങ്ക് യു.
സാർ പുള്ളിക്കാരൻ തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത പോലാണല്ലോ സംസാരിക്കുന്നത്. പക്ഷെ നമുക്കതിൽ പുള്ളിയെ തെറ്റ് പറയാൻ പറ്റില്ല അമൽ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സീരിയസ്നെസ് ഉള്ള കേസായത്. ആ നീ ആ പേപ്പർ ഈ ഫൈസയെ കൊണ്ട് ഒപ്പിടിച്ച് ഇന്ന് തന്നെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. ആ എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരാളെ കാണാനുണ്ട്. ആദർശ് എൻ്റെ കൂടെ ഒന്ന് വരൂ. थैंक्स डा रोहन चलते नाटक के लिए सिर्फ 4 दिन बाकी हैं। कोई प्रॉब्लम नहीं यार, हो जाएगा। जिस दिन पे डेट फिक्स किया था उसी दिन हो जाएगा नाटक। ठीक है, ये बेल का सब उससे पहले ही सॉर्ट कर लेंगे। अच्छा सुन, कॉस्ट्यूम का जो भी काम बाकी है तू ही कर लेना। ठीक है ठीक है। और तुम लोग रिहर्सल्स कंटिन्यू करना, जो भी प्रॉब्लम्स फिक्स करना है सब कर लेना। मुझे थोड़ा काम है, जाके वापस यही आना है। समझ गए। फैजा, अरे कहाँ था तुम? बस इधर बगल में। क्यों? हमारे बाबा बाजी और उस लड़की को पुलिस पकड़ के ले गई है। सी बात कर रही हो दीदी? कब? अभी थोड़ी देर पहले। थाना का है यहाँ का? यहीं पास में है, तुम पता कर लो। ठीक है। भैया 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 इधर पार्क नहीं कर सकते। सर बस 1 मिनट सर, 1 मिनट। नमस्ते सर, अमल नाम है मेरा। आज सुबह एक लड़की को ले आए थे यहाँ पे। नहीं सर, लोहा पुल ब्रिज के नीचे से बैकपैक पहनी है उसने। फैजा नाम है उसका। नहीं नहीं, किसी को नहीं लाए। सब दूसरे थाने में जाके पूछ के आए, उन्होंने बोला कि शायद यहीं पे होगा। नहीं भाई, समय बर्बाद मत करो, यहाँ किसी को नहीं लेके आए। ठीक है, थैंक यू सर। ഹലോ. ആ അമൽ, ഞാനിവിടെ ഹോട്ടൽ ക്വീൻസിൽ വെയിറ്റ് ചെയ്യാം. ഫൈസയുടെ ഗ്രാൻഡ് ഫാദർ ഇപ്പോൾ ഇങ്ങോട്ട് വരും. അമൽ, ഫൈസ ഒപ്പിട്ട പേപ്പേഴ്സൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വാ. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് നേരെ വക്കീൽ ഓഫീസിലേക്ക് പോവാം. സാറേ, ഒരു പ്രശ്നമുണ്ട്. ഞാനിവിടെ വന്നിട്ട് പറയാം. എന്താടോ, എന്താ കാര്യം? സർ, ഫൈസ ഞാൻ നിർത്തിയിരുന്ന സ്ഥലത്ത് തിരിച്ചെത്തിയപ്പോൾ ഫൈസ അവിടെ ഉണ്ടായിരുന്നില്ല. അമൽ, താൻ എന്തായി പറയുന്നത്? അവിടുത്തെ ഒരു സ്ത്രീ പറഞ്ഞത് പോലീസ് വന്ന് കൊണ്ടുപോയെന്നാണ്. വാ. എൻ്റെ ഫൈസയുടെ ഫൈസ ഇപ്പോൾ ഇങ്ങോട്ട് വരും. നമുക്കിവിടെ റൂമിൽ റെസ്റ്റ് ചെയ്യാം. വാ. तुम्हें दिल्ली के लिए किसने रिक्रूट किया है? സത്യം പറ, ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ഏതാ നിന്റെ യഥാർത്ഥ സംഘടന? तुम ये सारी चीजें स्वीकार कर लो, हम तुम्हें जल्दी ही कोर्ट में पेश करेंगे. तुम्हें जमानत भी मिल जाएगी. तुम अपने घर वालों से भी मिल पाओगे, वरना तुम उनसे कभी नहीं मिल पाओगे. പറഞ്ഞത് മനസ്സിലായല്ലോ. വെറുതെ വേഷം കെട്ടെടുക്കാൻ നിൽക്കരുത്. എന്താ നിന്റെ ഉദ്ദേശം? സർ, എൻ്റെ ചെറുപ്പകാലം മുതലുള്ള ആഗ്രഹമാണ് ഇവിടെ വന്ന് പഠിക്കണമെന്ന്, ഈ റിസർച്ച് ചെയ്യണമെന്നൊക്കെ. ഞാൻ അതുകൊണ്ട് മാത്രം ഇവിടെ വന്നിട്ടുള്ളത്. And I wanted it to be on Abdurrahman Sahib. Abdurrahman Sahib? Who is that? पता नहीं. अरे इस देश को जिसका नाम नहीं पता है, उस साहिब का नाम लेकर तुम यहाँ रिसर्च करने के लिए आए हो? ये सब तुम अपने गांव में करो ना. എന്നാ ഇത് പറ, ഇയാളുമായി നിനക്ക് എത്ര നാളത്തെ ബന്ധമുണ്ട്? ഇവിടുത്തെ സകല നക്സലൈറ്റുകളെയും തീവ്രവാദികളെയും സംരക്ഷിക്കുന്ന ഇയാളല്ലേ നിന്നെ ഒളിവ് പാർപ്പിച്ചത്? अच्छा सर. इस लड़की को तुम कितने साल से जानते हो? मैं कितनी बार बोल चुका हूँ, मैं इस लड़की को नहीं जानता. मैं अब भी बोल रहा हूँ, मैं इसको नहीं जानता. झूठ बोलता है तू. सर प्लीज मत मारिए. सब जानता हूँ. प्लीज छोड़िए उनको. पीछे. इसको भी सबक सिखाओ.
सच उगलवा करके रहेंगे। जान लो तुम लोग, हमें मजबूर मत करो। अपनी पे आ गए ना, जीना मुश्किल कर देंगे तुम्हारा।